യുദ്ധവും ഒരുപാട് പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എവിടെ നോക്കിയാലും അനീതിയാണ്. ഈ അനീതി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും നീതിമാനായിട്ടുള്ള പടച്ചവൻ ഈ നീതി എവിടെയോ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ് ഇവിടെ നീതിയില്ലാത്തത്. ഇനി നമ്മൾ നീതി നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെ ഒരു വ്യക്തി 2 ആളെയോ 5 ആളെയോ 100 ആളെയോ തന്നെ കൊന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ കുടുംബത്തിനോട് നീതി കാണിക്കാൻ വേണ്ടി ഈ വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരാളെ 100 തവണ കൊല്ലാൻ പറ്റുമോ? ദാറ്റ് മീൻസ് ദുനിയാവിൽ അത് പോസിബിൾ അല്ല. അതൊക്കെ പടച്ചവനങ്ങ് ഏറ്റെടുത്ത് ചെയ്തോളും. ഇനി അടുത്തൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പലരും വിഡ്ഢിതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പടച്ചവൻ നീതിമാനാണ്, എന്നാൽ പോലും നമ്മളോട് ചില തെറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തികളെ നമ്മൾ നോക്കിയിട്ട് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാതെ നിൽക്കും. അത് എന്തായാലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല എന്നുള്ള തോട്ടാണ്. ചിലർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വല്ലാത്ത പ്രയാസമുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടാവാം. പക്ഷെ ചില ആളുകളെങ്കിലും പൊരുത്തപ്പെട്ടു കൊടുക്കാതിരിക്കാൻ ഒരു ചെറിയ റീസൺ ഉണ്ട്. ഞാനങ്ങ് പൊരുത്തപ്പെട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവന് കുറ്റം കിട്ടാതായി പോയാലോ? പക്ഷേ 2 രീതിയാണെങ്കിലും, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവന് കുറ്റം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും, ഇനി നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണെങ്കിലും, 2 രീതിയിലാണെങ്കിലും നിങ്ങൾ മനസ്സിൽ ആ പ്രയാസം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും പിന്നെയും പിന്നെയും പ്രയാസപ്പെടുന്നതും നിങ്ങൾ തന്നെയാണ്. ഒരാൾ നിങ്ങളെ ഒരു തവണ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം തന്നെ 10 തവണയോ 100 തവണയോ ഈ കാര്യം ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഒരു തവണയെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളൂ, നിങ്ങൾ നിങ്ങളെ തന്നെ 1000 തവണ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊരുത്തപ്പെട്ട് കൊടുക്കാതെ. അങ്ങനെ വരുമ്പം നിങ്ങളോട് ഏറ്റവും ക്രൂരത കാണിക്കുന്നത് നിങ്ങൾ തന്നെയാണല്ലേ. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലെന്നറിയാം, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നും അറിയാം. എന്നാലും ഒരിക്കലും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മനസ്സിന്റെ പ്രയാസം ഇറക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് സാധിക്കും. നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിച്ചു തുടങ്ങുക.